ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഈ കാണുന്നത് നമ്മളുണ്ടാക്കിയൊരു ബ്രൂഡറാണ്. നമ്മൾ ഇൻക്യുബേറ്റർ വച്ചിരുന്ന 15 മുട്ടകൾ വിരിഞ്ഞ് അതിൽ 15 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്രയും സ്പേസ് നമ്മൾ കണക്കാക്കി നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഒരു കൂടിൻ്റെ ഒരു വശം നമ്മൾ കട്ട് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ബ്രൂഡറാണിത്. ഇതിൽ നമ്മളൊരു 60 വാട്ട്സിൻ്റെ ബൾബ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിവശത്തായിട്ട് നമ്മൾ കുറച്ച് മരപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്രോഡർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ളൊരു വെള്ളത്തിൻ്റെ ഒരു ട്രേ വെച്ചിട്ട് ചെറിയൊരു ട്രേ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സ്റ്റാർട്ടർ തീറ്റയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിന്നുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു 30ഓളം മുട്ട നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്കാകെ 15ഓളം കുഞ്ഞുങ്ങളെയാണ് വിരിഞ്ഞ് കിട്ടിയത്. ബാക്കി 15 എണ്ണം വിരിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ കാണുന്നതാണ് നമ്മൾ വിരിയിക്കാനെടുത്ത മുട്ടയുടെ പേരൻറ്റ് സ്റ്റോക്സ്. നമ്മളെ കയ്യിൽ ഒരു 10ഓളം കരിങ്കോഴികളുണ്ട്. 7 പിടക്കോഴികളും 3 പൂവൻകോഴികളാണുള്ളത്. അപ്പോൾ നമ്മൾ മുട്ട ഇൻക്യുബേറ്ററിൽ വെക്കുന്നതിനേക്കാളും മുന്നേ നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ നല്ലൊരു ഇൻക്യുബേറ്റർ സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുകയോ ചെയ്യുക. അതിനുശേഷം കൊത്തുമുട്ട മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരു 7 ദിവസത്തിനുള്ളിലുള്ള മുട്ടകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. 7 ദിവസത്തിന് ശേഷം ഉള്ള മുട്ടകൾ വിരിയാനുള്ള ചാൻസ് കുറവാണ്. ഞാൻ 7 ദിവസത്തിന് ശേഷമുള്ള മുട്ടകളും എടുത്തിരുന്നു. അതുകൊണ്ടായിരിക്കാം എൻ്റെ ഹാച്ചിങ് പെർസെൻറ്റേജ് 50%-ൽ വന്നത്. അതും ഒരു കാരണമാവാം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുട്ട നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ദിവസം 3-4 തവണ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അതിൽ വെള്ളത്തിൻ്റെ ട്രേ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം അത് തീരുന്നതിനനുസരിച്ച് അത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ നല്ലൊരു ഇൻക്യുബേറ്റർ തിരഞ്ഞെടുക്കുക. അതുപോലെ കൊത്തുമുട്ട മാത്രം തിരഞ്ഞെടുക്കുക. അതും 7 ദിവസത്തിനുള്ളിൽ ഇട്ട മുട്ടകളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിനുശേഷം ഇൻക്യുബേറ്ററിൽ മുട്ട വെച്ചാൽ 3-4 തവണ ഒരു ദിവസം റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അതിൽ വച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ആ പാത്രത്തിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു 18 ദിവസം നമ്മൾ തുടർന്ന് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഈ റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ 18ാമത്തെ ദിവസം മുതൽ അത് വിരിഞ്ഞു തുടങ്ങും. 18, 19, 20, 21ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും എല്ലാം വിരിയും. 21 ദിവസമാണ് അത് വിരിയേണ്ട ഒരു കണക്ക്. എന്നാൽ ഞാൻ 18 ദിവസം കഴിഞ്ഞിട്ടും അത് വിരിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ വെച്ചിരുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഇൻക്യുബേറ്റർ ആയിരുന്നു. പക്ഷേ ഞാനത് ഓട്ടോമാറ്റിക് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, മാനുവലിലാണ് ചെയ്തത്. ഇതാണ് വിരിഞ്ഞ് തുടങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ. ഇതിപ്പം 1ാമത്തെ ദിവസം നമുക്കൊരു 4-5 കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞത്. അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും 15ഓളം കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞാൻ ആദ്യം കാണിച്ചത്. അപ്പം നമുക്ക് ഒരു 18 ദിവസം വരെ നമുക്ക് ഒരു 3 to 4 ടൈംസ് നമുക്ക് ഈ മുട്ടകൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു 19, 20, 21 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ മുട്ടകളും വിരിഞ്ഞ് നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.